പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, നമ്മുടെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന അല്ലേ. കൂദാശകളുടെ 7 കൂദാശകളാണ്. കൂദാശകളിലൂടെ ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നു. സഭാപിതാക്കന്മാർ എന്താ പറയുന്നത്? കൂദാശകളുടെ കൂദാശ, അതായത് ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് കൂദാശ എങ്കിൽ ആ ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നതിൻ്റെ ദാതാവ് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ അടുക്കൽ. അതുകൊണ്ടാണ് കൂദാശകളുടെ കൂദാശയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ബലി അർപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആരെങ്കിലും ബലി അർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് എവിടെയാണോ ഉള്ളത്, ഏങ്ങണ്ടിയൂർ പള്ളിയിൽ ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് 5:30 കുർബാനയുണ്ട്. അപ്പോൾ കുർബാന ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മൾ ടൗണിൽ എത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഇന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കുർബാന ആയതുകൊണ്ട് തന്നെ കുർബാനയെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ അത് യേശു പറഞ്ഞ ഡെഫിനിഷനാണ്. അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:51 ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ഡെഫിനേഷനാണ്. നമുക്കറിയാം പലരും കുർബാനയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശു പറയാണ്, സുവിശേഷത്തിൽ യേശു പറയാണ്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ജീവനില്ലാത്ത അവസ്ഥ നമ്മൾ പാടാറില്ലേ? ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ജീവനില്ലാത്ത, ഒരു ആനന്ദമില്ലാത്ത, സന്തോഷമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ശരി ഈശോയെ നമ്മൾ നിരന്തരം ക്ഷണിക്കുകയാണെങ്കിൽ, ഈശോയെ നിരന്തരം സ്വീകരിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ജീവനുണ്ടാകും, ആത്മാവുണ്ട്. അതാണ് ഞാൻ ഈശോ പറയാണ്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകപ്പെടുന്നത് അപ്പമാണ്. ആ അപ്പമാണ് യേശു. പരിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുന്ന അപ്പം അത് ചുമ്മാ ഒരു ഗോതമ്പപ്പല്ല, അത് ഈശോയുടെ ജീവനാണ്, ഈശോയുടെ ശരീരമാണെന്ന് യേശു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, യേശുവാണ് ഈ ഡെഫിനിഷൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ദൈവമേ, എത്രയോ അയോഗ്യതയോടെ, അശ്രദ്ധയോടെ ഈ പരിശുദ്ധ കുർബാന ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മാപ്പ് ചോദിക്കുന്നു ഈശോയെ, നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.